പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യ തിരുനാമത്തിൽ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും ഈ പ്രഭാതയാമത്തിൽ വന്ദനമറിയിക്കുന്നു. കർത്താവിന്റെ നാമമഹത്വത്തിനായി ജീവിപ്പാൻ നമ്മളെ ഇത്രത്തോളം കർത്താവ് സഹായിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ദയയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ കഴിവോ മിടുക്കോ അല്ല, ദൈവം നമ്മളെ നിലനിർത്തുന്ന വലിയ ദയയ്ക്കായി, വിശ്വസ്തതയ്ക്കായി നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാതത്തെ നമുക്ക് വരവേൽക്കാം. ദൈവിക ചിന്തകളാൽ നിറയുവാൻ ഒരു വേദവാക്യം വായിക്കുന്നു. യോവേൽ പ്രവചനം 2-ാം അധ്യായം 21 മുതൽ 32 വരെയുള്ള വേദഭാഗങ്ങളിൽ നിന്ന് നിങ്ങളോടൊപ്പം പങ്കിടുവാൻ ഞാൻ ദൈവത്തിൽ ശരണപ്പെടുകയാണ്. 21-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: ദേശമേ ഭയപ്പെടേണ്ട, ഘോഷിച്ചുല്ലസിച്ച് സന്തോഷിക്ക, യഹോവ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. സ്തോത്രം. ദൈവം ജനത്തെ കടാക്ഷിച്ചത് മൂലം വെട്ടുക്കിളികളിൽ നിന്നുള്ള ഉപദ്രവം മാറി ദേശം വീണ്ടും വിഭവ സമൃദ്ധമായി രൂപാന്തരപ്പെടുന്നു എന്ന് 21 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതേ സമയത്ത് തന്നെ ദൈവം തന്റെ ആത്മാവിനെ ജനത്തിന്മേൽ പകർന്ന് വിടുതലും ആശ്വാസവും കൽപ്പിക്കുന്നു എന്ന് 28 മുതൽ 32 വരെയുള്ള ഭാഗങ്ങളിലും നമ്മൾ കാണുന്നു. ശാരീരികമായും ഭൗതികമായുമുള്ള അനുഗ്രഹങ്ങൾ മാത്രം മനുഷ്യർക്ക് നൽകുന്നതുകൊണ്ട് ദൈവം തൃപ്തിപ്പെടുന്നില്ല. ബെന്യാമീന്റെ ചാക്കിൽ ധാന്യത്തോടുകൂടെ യോസേഫ് സ്നേഹത്തിന്റെ ലക്ഷ്യമായി തന്റെ വെള്ളിപ്പാത്രവും കൂടെ വച്ചിരുന്നു. ഇങ്ങനെ ആണ് ദൈവം മനുഷ്യരോടും പെരുമാറുന്നത്. പ്രവാചകന്മാർക്ക് മാത്രം ലഭിച്ചിരുന്ന പ്രവചനവരം അപ്പോൾ യാതൊരു വക തരം തിരിപ്പും കൂടാതെ സകലരും ഒന്നുപോലെ അവകാശമാക്കും. ഇങ്ങനെ മോശയുടെ പ്രാർത്ഥന സംഖ്യാപുസ്തകം 11:29 സഫലമായി തീരും. ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പാടിന്റെയും വിവേകത്തിന്റെയും ആത്മാവാകുന്നു. അത് മനുഷ്യനിൽ പകരുന്നെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ ഹിതം അറിയുന്നതിനും അതനുസരിച്ച് ജീവിതം നയിക്കുന്നതിനും സാധിക്കുകയുള്ളൂ. പെന്തക്കോസ്ത് അനുഭവത്തിൽ യോവേലിന്റെ പ്രവചനം നിവൃത്തിയായതായി പത്രോസ് പ്രസ്താവിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 16 മുതൽ 21 വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അത് നമുക്ക് വ്യക്തമാക്കുന്നുണ്ട്. ഇത് വാസ്തവം തന്നെയാണ്. സകല ജഡത്തിന്മേലും ദൈവാത്മാവ് പകരുമെന്ന് യോവേൽ പറഞ്ഞപ്പോൾ അർത്ഥമാക്കിയത് സകല യഹൂദന്മാർക്കും ദൈവാത്മാ അഭിഷേകം ലഭിക്കുമെന്നത്രേ. ജാതികളുടെ അവകാശം യഹോവയുടെ ശിക്ഷ അനുഭവിക്കുക മാത്രമാണ് എന്ന് 3-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു എന്നായിരുന്നു പ്രവാചകന്റെ കാഴ്ചപ്പാട്. എന്നാൽ പത്രോസിന്റെ പ്രസംഗത്തിൽ കാണുന്നത് പോലെ യഹൂദന്മാർക്കും ജാതികൾക്കും രക്ഷയുടെ തുല്യ അവകാശം ലഭിച്ചത് നമ്മുടെ കർത്താവ് മുഖാന്തരം മാത്രമാണ് എന്ന അപ്പോസ്തല പ്രവൃത്തി 2:21, 39 എന്നീ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു. ദൈവാത്മാവ് അത്രേ ദൈവത്തെ മനസ്സിലാക്കുന്നതിനും സ്നേഹിക്കുന്നതിനും സേവിക്കുന്നതിനും നമ്മെ ഒരുക്കുന്നത്. അതിനാൽ ആ അഭിഷേകം നമുക്ക് ലഭിക്കേണ്ടതാണ്, അത്യന്താപേക്ഷിതമാണ്. എന്നാൽ പ്രവചനവരം മാത്രമല്ല, ആത്മാവിന്റെ ദാനം, സ്നേഹം, സന്തോഷം, ദീർഘക്ഷമ എന്നിത്യാദി ക്രിസ്തീയ സ്വഭാവ വിശേഷങ്ങളെല്ലാം ആത്മാവിന്റെ ഫലത്തിൽപ്പെട്ടവയാണ് എന്ന് നാം മറന്നുപോകരുത്. അതുകൊണ്ട് ദൈവത്തിന്റെ വെളിപ്പാടിന്റെയും സ്നേഹത്തിന്റെയും ആത്മാവിനെ നമ്മുടെ മേൽ പകർന്നു തന്ന് നമ്മളെ ദിനം തോറും നടത്തണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. ഒരു നിമിഷം നമുക്ക് സ്തോത്രം ചെയ്യാം. ഞങ്ങളെ വാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ നല്ല പ്രഭാതയാമം അവിടുന്ന് ഞങ്ങൾക്ക് ദാനമായി നൽകിയതോർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, കഴിഞ്ഞ രാത്രികാലം കൃപയിൽ ഞങ്ങളെ സൂക്ഷിച്ചു. വരാമായിരുന്ന എല്ലാ പ്രതികൂലങ്ങളിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ഒക്കെ ഞങ്ങളെ വിടുവിച്ച്, പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് വിടുവിച്ച്, ആപത്ത് അനർത്ഥങ്ങളിൽ നിന്ന് വിടുവിച്ച് കർത്താവ് ഞങ്ങളെ സൂക്ഷിച്ച വലിയ ദയയ്ക്കായി നന്ദി പറയുന്നു. ഈ പ്രഭാതയാമത്തിൽ ദൈവത്തിന്റെ കരുണയെക്കുറിച്ച് ധ്യാനിക്കുവാൻ, ദൈവം കടാക്ഷിച്ചതുമൂലം വെട്ടുകിളികളിൽ നിന്നുള്ള ഉപദ്രവം മാറി ദേശം വിഭവ സമൃദ്ധമായി രൂപാന്തരപ്പെട്ടതിനെക്കുറിച്ച് ചിന്തിച്ചു. അതുപോലെ കർത്താവേ, ഞങ്ങളുടെ ആത്മീക ജീവിതത്തിലും പെന്തക്കോസ്തിന്റെ ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ ഞങ്ങൾ എത്രമാത്രം ഹല്ലേലൂയ അങ്ങേക്ക് പ്രയോജനകരമായി തീരുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവേ, സ്നേഹത്തിന്റെ ആത്മാവിനാൽ, സന്തോഷത്തിന്റെ ആത്മാവിനാൽ ഞങ്ങൾ നിറയപ്പെടുവാൻ ആത്മാവിന്റെ ദാനം ഞങ്ങളിൽ മേൽ പകരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുക. പ്രൈസ് ദി ലോർഡ്. ആത്മഫലം നിറഞ്ഞവരായി ജീവിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. അതിനായി ഏൽപ്പിച്ചു തരുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.